നമസ്കാരം. ഷാജി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ചെയ്യുന്ന ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയില പൊള്ളിച്ചതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് സാധാരണ രീതിയിൽ കരിമീനും നെയ്മീനും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ അയില വെച്ച് നമുക്ക് വീട്ടിൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടൊരു ഐറ്റമാണ് നമുക്കിത് പൊള്ളിച്ചെടുക്കുക. അപ്പം അതിനു മുമ്പേ ഞങ്ങളുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് അതിന് അയില ഒന്ന് മസാല ഇടാം. ആദ്യം നമുക്ക് മീനൊന്ന് മസാല ഇടണം. നമുക്ക് മീനൊന്ന് മസാല ഇട്ട് വെക്കാം. ഞാനിവിടെ ഒരു 3 അയില എടുത്തിട്ടുള്ളൂ. നമുക്കൊരു ഒരു 1.5 സ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണ് കുരുമുളക്. ഇത് വൈറ്റ് കുരുമുളകാണ്, വെള്ള കുരുമുളക് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇച്ചിരി എരിവ് കുറച്ചാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പം മറ്റേ കറുത്ത കുരുമുളക് ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതിയാവും. ശകലം ഉപ്പൂടെ ചേർക്കും. ഇത് നമുക്ക് ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളിയുടെ ചതച്ചതാണ് ഇട്ട് കൊടുക്കാം. ഇതിൽ ലേശം എണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം. അതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ വെട്ടി വൃത്തിയാക്കി വരഞ്ഞ് വെച്ചിരിക്കുന്ന അയിലയാണ്. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല ഇതിലോട്ട് നമുക്ക് തേച്ച് കൊടുക്കാം. നല്ലപോലെ അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കാം. ഇതിൻ്റെ വെട്ടിലെല്ലാം കൂടെ അങ്ങോട്ട് നല്ലപോലെ തേച്ച് കൊടുക്കാം. അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ചേക്കാം. അപ്പോൾ ഇതിനകത്തോട്ടൊക്കെ നമ്മൾ മസാല നല്ലപോലെ അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കണം. ഇതിൻ്റെ ഉപ്പും എല്ലാം ഒന്ന് പിടിക്കണം. ഇതിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ നമ്മൾ ഈ വരഞ്ഞതിനകത്തിലെല്ലാം ഒന്ന് മസാല തേച്ച് നല്ലപോലെ പിടിപ്പിക്കാം. ഇനി നമ്മൾ മസാല ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു അരമണിക്കൂർ നമുക്കൊന്ന് ഇത് മാറ്റി വെച്ചേക്കാം. ഈ മസാലയൊക്കെ ഇതിലൊന്ന് പിടിക്കട്ടെ. അപ്പോൾ അരമണിക്കൂർ മാറ്റി വെക്കാം. മസാല ഒന്ന് റെഡിയാക്കി എടുക്കണം. നമുക്കൊരു പാത്രം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നല്ലപോലെ ഒന്ന് മൂക്കണം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റാം. ഇതിൽ നമുക്കൊരു 4-5 ചെറുള്ളി ചെറുതായിട്ട് അരിയാണ്. ഇതൊരു ശകലം സവാള, ഒത്തിരി വേണ്ട, കുറച്ച് മതി. 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് നല്ല ഉപ്പ് ഇട്ട് നമുക്ക് ഒന്ന് വഴറ്റിയിടാം. അതൊന്ന് കറിവേപ്പില കൂടെ നമുക്കിടാം. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നല്ലപോലെ വഴറ്റിയിടുക. തക്കാളികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ തക്കാളി അരിഞ്ഞത്. ഇതെല്ലാം കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് ഇതിലോട്ട് മസാല അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. തീ ഇച്ചിരി കുറച്ച് വെച്ചേക്കാം. നമ്മൾ 1.5 സ്പൂണ് കാശ്മീരി മുളക് പൊടി, 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 സ്പൂണ് ഉലുവാപ്പൊടി. ഇതെല്ലാം കൊണ്ട് നല്ലതൊന്ന് മൂപ്പിച്ചെടുക്കണം. പച്ചമണം മാറുന്ന വരെ ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കും. കുടംപുളിയുടെ
എന്നിട്ട് നമ്മൾ വെള്ളമാണ് ഈ ശകലം കൂടി ചേർത്ത് കൊടുക്കുക. ഇത് ആവശ്യമായിട്ടുള്ള പുളിക്ക് വേണ്ടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. നമ്മുടെ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഉപ്പൊന്ന് ചെക്ക് ചെയ്യാം. ഇതിന് കറക്റ്റ് ഉപ്പും പുളിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് തീ അങ്ങ് ഓഫ് ചെയ്തേക്കാം, മാറ്റി വെക്കാം. ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിൻ്റെ കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കാം. ഒരുപാടൊന്ന് ഫ്രൈ ആവണ്ട, നമുക്ക് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. കറിവേപ്പില അങ്ങോട്ട് കിടക്കണം. അയില അങ്ങോട്ട് തീ കുറച്ച് വെച്ചാൽ മതി. ഒന്ന് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ആവും. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരുപാടൊന്ന് ഫ്രൈ ചെയ്യണ്ട, ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്താൽ മതി. ഈ സൈഡോടെ ഒന്ന് ഫ്രൈ ആയിക്കോട്ടെ. മറിച്ചിടാം. ഈ സൈഡോടെ ഒന്ന് മുരിയട്ടെ ആയിട്ടുണ്ട്. നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്തേക്കാം. ഇതിനകത്ത് മാറ്റി വെക്കാം. നമുക്ക് വാഴയിലൊന്ന് പൊതിഞ്ഞെടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന മസാല തേച്ച് കൊടുക്കാം. നിരത്തി അങ്ങോട്ട് വെക്കാം. നമ്മൾ ആ ഫ്രൈ ചെയ്ത അയില ഇതിൻ്റെ മുകളിലോട്ട് നോക്കാം. ഇതിൻ്റെ മുകളിലൂടെ നമുക്ക് മസാല തട്ടാം. മൊത്തം കവർ ചെയ്ത് അങ്ങോട്ട് തരട്ടാം. മൊത്തത്തിലങ്ങ് കവർ ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് ഇര അങ്ങോട്ട് പൊടിയാവുന്നു. നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് കെട്ടിയേക്കാം. അഴിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഒന്ന് കെട്ടി വെച്ചേക്കാം. വാഴനാര് കൊണ്ടുള്ള കെട്ടി വെച്ചേക്കാം. എന്നിട്ട് ഇതുപോലെ നമുക്ക് ബാക്കി ഇരിക്കുന്നതുകൂടെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. പൊള്ളിച്ചെടുക്കാം. ചട്ടിയോ അല്ലെങ്കിൽ ദോശ എല്ലാവരും മതി. അപ്പോൾ ചട്ടിയാണ് വെച്ചേക്കുന്നത്. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. എല്ലാവരും ഒന്ന് ചുറ്റിച്ചെടുക്കട്ടെ. ദോശക്കല്ലുണ്ടെങ്കിൽ അതിൽ വെക്കുന്നതായിരിക്കും നല്ലത്. നമ്മുടെ ഇതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ പൊതിഞ്ഞ് വെച്ചേക്കുന്ന മീൻ ഒന്ന് മൂടി വെച്ച് ഒരു സൈഡൊന്ന് റെഡിയാക്കി നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. റെഡിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്തേക്കാം. എന്നിട്ട് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ടേസ്റ്റ് ചെയ്യാം. ശകലം നാരങ്ങ നീര് അങ്ങോട്ട് ഒഴിക്കാം. ശകലം നല്ല ചൂടാണ്.
മസാലയെല്ലാം കൂടെ കുക്കുമ്പോൾ കഴിച്ചേക്കാം. അടിപൊളി ഐറ്റമാണ്. ഉപ്പും പുളിയെല്ലാം കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അതുപോലെ നമ്മുടെ ചാനലിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കണം. അപ്പോൾ ഇത് നമുക്ക് നെയ്മീനും കരിമീനും ഒക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന ഐറ്റമാണ്. നമ്മൾ സാറിന് നമ്മുടെ വീട്ടിൽ മേടിക്കുന്ന ഈ ചെറിയ മീനും കൊണ്ട് നമുക്കിത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം.